ഇന്ത്യയിലെ പ്രധാന ബ്രിട്ടീഷ് ഭരണകേന്ദ്രങ്ങൾ ബംഗാൾ പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി എന്നിവയായിരുന്നു. മദ്രാസ് പ്രസിഡൻസിയിലെ 20-ലധികം ജില്ലകളിൽ ഒന്നായിരുന്നു മലബാർ. മലബാറിന്റെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് ഭരണകേന്ദ്രങ്ങൾ പശ്ചിമ ബംഗാളിലെ ചന്ദ്രനാഗൂർ, തമിഴ്നാടിന് ചേർന്നുകൊണ്ടുള്ള പോണ്ടിച്ചേരി കാരക്കൽ, ആന്ധ്രാപ്രദേശിലെ യാനം, കേരളത്തിലെ മാഹി എന്നിവയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകേന്ദ്രമായ മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട് ഫ്രഞ്ചുകാർക്ക് 7.2 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ആ സ്ഥലം ഫ്രഞ്ച് ലോഡ്ജ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഫ്രഞ്ച് ലോഡ്ജുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ കോഴിക്കോട്ടെ ബ്രിട്ടീഷ് കലക്ടറും മാഹിയിലെ ഫ്രഞ്ച് അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ നടന്ന നിരവധി കത്തിടപാടുകളുടെ രേഖകൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ റീജിയണൽ ആർക്കൈവ്സിൽ കാണാം. ഫ്രഞ്ച് ഗവൺമെന്റുമായി ബന്ധമുള്ളവരായിരുന്നു ഫ്രഞ്ച് ലോഡ്ജിലെ താമസക്കാർ. ഈ സ്ഥലത്ത് ദീർഘകാലം ഫ്രഞ്ച് ബേക്കറി പ്രവർത്തിച്ചിരുന്നു. ആ കെട്ടിടം ഇപ്പോൾ ഫ്രഞ്ച് ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സ്ഥലത്ത് ഫ്രഞ്ച് ലോഡ്ജ് എന്ന പേരിൽ ഒരു വീടുമുണ്ട്. CP മൂസയും കുടുംബവുമാണ് ഇപ്പോൾ ആ വീട്ടിലെ താമസക്കാർ. മൂന്നാലിങ്കൽ ആകാശവാണി, പുതിയ കോർപ്പറേഷൻ ഓഫീസ്, പഴയ നഗരസഭാ ഓഫീസിന് ചേർന്നുള്ള പ്രദേശങ്ങളായിരുന്നു ഫ്രഞ്ച് ലോഡ്ജിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് മുനിസിപ്പാലിറ്റിക്കകത്തായിരുന്നുവെങ്കിലും ഇവിടെ ബ്രിട്ടീഷ് നിയമങ്ങൾ ബാധകമായിരുന്നില്ല. ഫ്രഞ്ച് ലോഡ്ജിലെ ജനങ്ങൾ ഫ്രഞ്ച് പൗരന്മാരും കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ബ്രിട്ടീഷ് പൗരന്മാരുമായിരുന്നു. കോഴിക്കോട് മുനിസിപ്പാലിറ്റിക്കകത്തെ 7.2 ഏക്കർ സ്ഥലമായ ഫ്രഞ്ച് ലോഡ്ജ് പൂർണ്ണമായും മാഹി ഫ്രഞ്ച് അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പല പ്രാവശ്യം ഫ്രഞ്ച് ലോഡ്ജിലെ ഫ്രഞ്ച് പൗരന്മാർ അതിർത്തി ലംഘിച്ച് ചായ വിൽക്കാനോ മാംസം വിൽക്കാനോ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ എത്താറുണ്ടായിരുന്നു. അങ്ങനെ എത്തുന്നവരെ കോഴിക്കോട്ടെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. കോടതി അവർക്ക് പിഴ ചുമത്തും. തങ്ങളുടെ പൗരന്മാർ ശിക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ഉടനെ മാഹിയിലെ ഫ്രഞ്ച് അഡ്മിനിസ്ട്രേറ്റർ കോഴിക്കോട് ബ്രിട്ടീഷ് കലക്ടർക്ക് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള കത്തയക്കും. ഇത്തരത്തിലുള്ള നിരവധി കത്തിടപാടുകൾ കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിൽ കാണാം. 1947 ഫ്രഞ്ച് ലോഡ്ജും കോഴിക്കോട് മുനിസിപ്പാലിറ്റിയും വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മോചിതമായി. തങ്ങളുടെ മാതൃരാജ്യത്തു നിന്ന് മൈലുകൾ അകലെയുള്ള ഈ പ്രദേശങ്ങളെ തങ്ങളുടെ സ്വന്തം ഭൂമികകളായിട്ടാണ് കൊളോണിയൽ ശക്തികൾ കണ്ടത് എന്നത് ഏറെ കൗതുകമുണർത്തുന്ന കാര്യമാണ്.